വയനാടൻ മലകളിലുള്ള മുക്കുറ്റിക്കാട്ടിൽ ജനിച്ച അനാഥബാലനായ കേളൻ്റെ കഥയാണിത്. കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ കേളനെ മേലെടുത്ത് ചക്കിയമ്മയ്ക്ക് കിട്ടുന്നു. മക്കളില്ലാത്ത അവർ അവനെ സ്വന്തം മകനായി വളർത്തി. കേളൻ്റെ അധ്വാനം കൊണ്ട് അവിടുത്തെ കൃഷി സ്ഥലങ്ങൾ സമ്പൽ സമൃദ്ധമായി. അമ്മയുടെ ആഗ്രഹപ്രകാരം പൂങ്കനം കാട് വെട്ടിത്തിളച്ച് കൃഷി ഒരുക്കാൻ വേണ്ടി കേളൻ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയിൽ കേളൻ ഓരോ കാടുകളായി കത്തിച്ചു തുടങ്ങി. കേളൻ്റെ ഈ പ്രവൃത്തിയിൽ അഗ്നിയും കാറ്റും കോപിച്ചു. തീയാകെ അവിടെ പടർന്നു. കേളന് പുറത്തു കിടക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരുന്നു. കേളൻ വെട്ടാതെ നിർത്തിയിരുന്ന നെല്ലിമരത്തിലോട്ട് ആ ഒരു വെപ്രാളത്തിൽ പാഞ്ഞു കയറി. മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന 2 നാഗങ്ങൾ കേളൻ്റെ മാറിൽ കടിക്കുകയും അതോടുകൂടെ കേളനും നാഗങ്ങളും തീയിലേക്ക് പതിക്കുകയായിരുന്നു. കേളൻ എന്ന മികച്ച കർഷകനും അമ്മയുടെ സ്വപ്നവും അവിടെ ആ കാട്ടിലെ തീയിൽ എരിഞ്ഞ് വെണ്ണീരായി തീർന്നു. ഈ വഴി നായാട്ട് കഴിഞ്ഞ് വന്ന വൃദ്ധനായ ഒരാൾ ഈ വെണ്ണീർ കാണുകയും ആ വെണ്ണീരിൽ തൻ്റെ വില്ലുകൊണ്ട് തൊട്ട് കേളനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. കേളനെ പുനർജീവിപ്പിച്ച ഈ വ്യക്തി ശിവൻ്റെ പ്രിയപുത്രനായ ആദിത്യൻ അഥവാ തൊണ്ടച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന വയനാട്ടുകുലവൻ ദൈവമായിരുന്നു. കാട്ടിൽ അനാഥനായി ജനിച്ച കേളൻ അങ്ങനെ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ പാദസ്പർശനമേറ്റ് ദൈവക്കരുവായി മാറി. പുനർജനിച്ച കേളനെ നോക്കി വയനാട്ടുകുലവൻ പറഞ്ഞു, ഞാൻ കണ്ടത് കണ്ടിനി, ഇനി നീ കണ്ടനാർ കേളൻ എന്നറിയപ്പെടും. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്തായിട്ടുള്ള പട്ടുവ നീലാങ്കോൽ തറവാട്ടിലാണ് തെയ്യം കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് തെയ്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഉച്ചയ്ക്കൊരു 2 മണിയായപ്പോൾ തന്നെ ആ ഒരു തറവാടിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു തറവാട്ടിലെ ആൾക്കാർ മാത്രമല്ല, നാട്ടുകാരും എന്നെപ്പോലെ ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് തെയ്യം കാണാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. ഓരോ തറവാട്ടുകാരായിരിക്കും പല തെയ്യങ്ങളും നടത്തുന്നത്. എനിക്ക് ആ തറവാട്ടിലെ ആരെയും തന്നെ പരിചയമില്ലായിരുന്നു. പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കുറേ ചേട്ടന്മാർ എന്നെ വന്ന് പരിചയപ്പെടുകയും ആഹാരം കഴിച്ചൊന്നും എല്ലാം അന്വേഷിക്കുകയും എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരികയൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ കുറച്ച് ചേട്ടന്മാർ ഇവിടുത്തെ തെയ്യത്തിൻ്റെ ഹിസ്റ്ററിയും അതിന് പിന്നിലെ കഥകളും അതുപോലെ തന്നെ അവരുടെ ആ ഒരുക്കങ്ങളൊക്കെ എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു നേരത്തെ ചെന്നതുകൊണ്ട്. ഈ ഒരു കുടത്തിലൊക്കെ കള്ള് നിറയ്ക്കുന്നുണ്ട്. കള്ള് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കണ്ടനാർ കേളൻ്റെ അതുപോലെ തന്നെ വയനാട്ടുകുലവൻ്റെയും കഥയിൽ ഈ കള്ളിനൊരു പ്രാധാന്യമുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. അതുപോലെ തന്നെ ഇവിടെ പുളിമരം കൂട്ടിയിട്ടുണ്ടായിരുന്നു വൈകിട്ട് കത്തിക്കാനുള്ളത്. തെയ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറിലൊന്ന് അഗ്നിയാണ്. തോറ്റം എന്ന ചടങ്ങാണ് ആദ്യമുള്ളത്. കോലധാരികൾ താൻ ഏത് ദൈവത്തിൻ്റെ കോലമാണോ കെട്ടാൻ പോകുന്നത് ആ ദൈവത്തിൻ്റെ പേര് വിളിച്ച് വരവിളി നടത്തുന്ന ഒരു ചടങ്ങാണ് തോറ്റം. കണ്ടനാർ കേളൻ്റെയും വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെയും വേഷം കെട്ടാൻ പോകുന്നവർ തോറ്റം ചടങ്ങുകൾക്കായിട്ടുള്ള ഒരുക്കത്തിലാണ്. തോറ്റത്തിന് ശേഷമാണ് വെള്ളാട്ടം ഉണ്ടാകുക. വെള്ളാട്ടം എന്ന് പറയുന്നത് നമ്മുടെ തെയ്യത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെർഷനാണ്. അതിൽ കോസ്റ്റ്യൂംസും ഒരുക്കങ്ങളൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും എന്നതേ ഉള്ളൂ. കണ്ടനാർ കേളൻ വയനാട്ടുകുലവനോടൊപ്പം തന്നെ കുടിവീരൻ, ഗുളികൻ അങ്ങനെ പല തെയ്യങ്ങളും നമുക്ക് ഇതിനോടൊപ്പം കാണാൻ സാധിക്കും. ഈ ഒരു തെയ്യ ചടങ്ങിൽ ഏറ്റവും പ്രധാനമായ പങ്ക് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് കോമരം എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു തെയ്യത്തിൻ്റെ അപ്പോൾ ഈ ചടങ്ങുകളിൽ മുഴുവൻ അവർ കൂടെ ഉണ്ടാവും. ഈ ഒരു ചടങ്ങുകളെല്ലാം തന്നെ അതിൻ്റെ ഒരു കഥയും അർത്ഥവും മനസ്സിലാക്കി കാണുമ്പോഴാണ് നമുക്കതൊരു മികച്ച അനുഭവമായി തീരുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ ഒരു കഥ ചെറുതായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടനാർ കേളൻ്റെയും വയനാട്ടുകുലവൻ്റെയും കഥ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കേട്ട് നോക്കാം. ഏഴിമലയ്ക്കടുത്തുള്ള കുന്നരം എന്ന സ്ഥലത്തെ വലിയ തറവാടായിരുന്നു മേലെടുത്ത് തറവാട്.
വയനാട് മലയുള്ള മുക്കുറ്റിക്കാട്, മൂവരക്കുന്ന്, നല്ലതേങ്ങ, കരിമ്പനക്കാട് എന്നീ 4 കാടുകൾ ചേർന്ന പൂമ്പുനം എന്ന സ്ഥലത്തിൻ്റെ ഉടമകളായിരുന്നു ഈ തറവാട്ടുകാർ. മേലെടുത്ത തറവാട്ടിലെ ചക്കിയമ്മയാണ് കേളനെ എടുത്ത് വളർത്തിയത്. കാട്ടിൽ നിന്നായിരുന്നു കേളനെ ചക്കിയമ്മയ്ക്ക് കിട്ടിയത്. സ്വന്തം മകനെ പോലെ തന്നെയാണ് കേളനെ അവർ വളർത്തിയത്. അങ്ങനെ കേളൻ സമർത്ഥനും ധീരനുമായ ഒരു കർഷകനായി മാറി. കേളം വിതച്ച നിലങ്ങളിലൊക്കെ 100 മേനി കൊയ്തു. കേളൻ്റെ കൃഷിയിലുള്ള മികവ് കണ്ടിട്ട് ചക്കിയമ്മ പൂമ്പനം കാട് വെട്ടി തെളിച്ച് അവിടെ കൃഷി ഒരുക്കാൻ കേളനോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വില്ലും പണിയായുധങ്ങളും അതുപോലെ തന്നെ മാറാപ്പിലും കയ്യിലായിട്ട് കുറച്ച് കള്ളും കരുതിയാണ് കേളൻ ഇറങ്ങിയത്. പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുണ്ടായിരുന്ന കുറേ അധികം കള്ളും കേളൻ കുടിച്ചു തീർത്തു. 4 കാടുകളായിരുന്നു കേളന് വെട്ടിത്തെളിക്കാനുണ്ടായിരുന്നത്. അത് ഓരോന്നായിട്ട് കത്തിച്ചു തുടങ്ങി. കാടിൻ്റെ 4 ഭാഗങ്ങളിലായിട്ടാണ് കേളൻ തീയിട്ട് തുടങ്ങിയത്. അപ്പോൾ അഗ്നി ഇങ്ങനെ ആളിപ്പടരുമ്പോൾ അതിൽ കൂടെ ചാടി കടന്നൊക്കെ ആ ഒരു ലഹരിയുടെ ആവേശത്തിൽ കേളൻ ഓടി നടന്നു. 4ാമത്തെ കാടിന് തീയിടാൻ ചെന്നപ്പോഴാണ് അഗ്നി ആളിപ്പടരുകയും കേളന് ചാടി പുറത്തു കിടക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉറക്കം നിലവിളിച്ചുകൊണ്ട് കേളൻ ആ വെട്ടാതെ നിർത്തിയിരുന്ന നെല്ലിമരത്തിലോട്ട് വലിഞ്ഞു കയറുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് 2 നാഗങ്ങളുണ്ടായിരുന്നു. ആ ഒരു കാട് കത്തുന്ന തീയും പുകയെല്ലാം കണ്ട് വെപ്രാളം പൂണ്ട സർപ്പങ്ങൾ കേളൻ്റെ ദേഹത്തോട്ട് കയറുകയും വലത്ത് നെഞ്ചിലും ഇടത്ത് നെഞ്ചിലുമായിട്ട് കടിക്കുകയും ചെയ്തു. അതോടെ കേളൻ അവിടെ നിന്ന് പിടിവിട്ട് താഴെയുള്ള തീയിലേക്ക് വീഴുകയാണ് ചെയ്തത്. കരിഞ്ഞ് വെണ്ണീറായി കിടക്കുന്ന മനുഷ്യരൂപം കണ്ടിട്ട് ആ വഴി വന്ന വയനാട്ടുകുലവൻ ദൈവം തൻ്റെ വില്ലുകൊണ്ട് ആ വെണ്ണീറിൽ തൊടുകയും അങ്ങനെ കേളനെ പുനർജീവിപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഈ ഒരു കഥ തന്നെയാണ് നമുക്ക് തെയ്യത്തിൽ കാണാനുള്ളതും. ഇവരുടെ ചമയങ്ങൾ തൊട്ട് എല്ലാത്തിലും ഈ കഥയിലെ ഓരോ എലമെൻസും പ്രകടമാണ്. നെഞ്ചത്തുള്ള 2 നാഗങ്ങൾ തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. 4 ഭാഗത്തായിട്ട് കനൽ കൂട്ടി അഗ്നി കത്തിക്കുകയും അതിൻ്റെ മുകളിൽ കൂടി ചാടിക്കിടക്കുന്നതൊക്കെ പൂമ്പനംകാട് വെട്ടിത്തെളിക്കാൻ ഇറങ്ങിയ കേളൻ്റെ കഥയെ തന്നെയാണ്. പൂമ്പനം ചുട്ട കരിമ്പനത്തിൽ കാട്ടിൽ കരുവേല മൂർക്കം വന്ന് മാറിൽ കടിച്ച് വിഷം ചൊരിഞ്ഞു. അഗ്നിയിൽ വീണിട്ടൊഴിലും നേരം മറ്റാരുമില്ല സഖേ എനിക്ക്, കണ്ടുടം മേലെടുത്തമ്മയപ്പോൾ വാഴുക നീ വളർക നീ കണ്ടനാർ കേള. ഈ ഒരു ചടങ്ങുകൾക്കിടയിൽ തന്നെ തെയ്യം ഇവിടെ നിൽക്കുന്ന കാണികളോടും ഈ തറവാട്ടുകാരോടൊക്കെ കാണുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. തൻ്റെ വേഷവിധാനത്തോടൊപ്പമുള്ള തെച്ചിപ്പൂമാലയിൽ നിന്ന് പൂക്കൾ അടർത്തി എല്ലാവർക്കും കൊടുക്കാറുമുണ്ട്.
അങ്ങനെ കണ്ടനാർക്കേളൻ്റെ വെള്ളാട്ടം ഏകദേശം അവസാനിക്കാറായി. ഇതിനുശേഷം വയനാട്ടുകുലം ദൈവത്തിൻ്റെ വെള്ളാട്ടമാണുള്ളത്. വയനാട്ടുകുലം ദൈവത്തിനും ഒരു കഥയുണ്ട്, നമുക്കത് കേൾക്കാം. ആതിഥേയനായ വയനാട്ടുകുലവന് തൊണ്ടച്ചൻ എന്നൊരു പേരും കൂടിയുണ്ട്. തൊണ്ടച്ചൻ എന്നാൽ ഏറ്റവും പ്രായം കൂടിയ ആളെന്നാണ് അർത്ഥം. കൈലാസത്തിലെ മധുവനത്തിലുണ്ടായിരുന്ന തെങ്ങുകളിൽ കള്ളൂറി വരാറുണ്ടായിരുന്നു. ഒരു നാൾ വേടവേഷം കിട്ടി നായാട്ടിനിറങ്ങിയ പരമശിവൻ ഇത് കാണുകയും പിന്നെ ഊറി വരുന്ന മധു ദിവസേന കുടിച്ച് മതോന്മത്തനാവുകയും ചെയ്തു. ശിവൻ പതിവായി മധു നുകർന്നു വരുന്ന തെങ്ങുകൾ കണ്ടെത്തിയ പാർവതി ദേവി മദ്യപാനം അവസാനിക്കാൻ വേണ്ടി മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കള്ള് തടവി തെങ്ങിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി. ഇതിൻ്റെ അടുത്ത ദിവസം ഇവിടെത്തിയ പരമശിവൻ തെങ്ങിൽ നിന്ന് മധു ഊറി വരുന്നില്ല എന്ന് കണ്ട് ദേഷ്യപ്പെട്ടു. ഉടൻ തന്നെ തുടയിലടിച്ച് ഒരു ദിവ്യനെ സൃഷ്ടിച്ചു. പിന്നീട് അവനെ തെങ്ങിൻ്റെ മുകളിൽ എന്നും പതിവായി കള്ളെടുക്കുന്ന ജോലിക്കായി നിയോഗിച്ചു. എന്നാൽ പതിവായി മധു ഏറുന്ന ദിവ്യനും മധു നുകർന്ന് മതോന്മത്തനാവാൻ തുടങ്ങി. ഇതറിഞ്ഞ ശിവൻ തൻ്റെ കദളിവനത്തിൽ നായാടുകയും അവിടെ നിന്ന് കള്ളെടുത്ത് കുടിക്കുകയും ചെയ്യരുതെന്ന് ദിവ്യനോട് പറഞ്ഞു. എന്നാൽ ദിവ്യൻ പരമശിവൻ പറഞ്ഞ് അനുസരിക്കാതെ വനത്തിൽ നായാടുകയും അവിടുന്ന് കള്ളെടുത്ത് കുടിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ശിവൻ്റെ ഉഗ്രകോപത്തിൽ ആ ദിവ്യൻ്റെ 2 കണ്ണുകളും പൊട്ടിത്തെറിച്ചു. ദിവ്യൻ ശിവനോട് പരമാവധി മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ കോപം അടങ്ങിയ ശിവൻ പിന്നീട് അവന് മാപ്പ് കൊടുക്കുകയും പൊയ്ക്കണ്ണുകളും മുളച്ചൂട്ടും അമ്പും വില്ലും കൊടുത്ത് ഭൂമിയിലെ മലനാട്ടിലേക്ക് അയച്ചു. ഒരിക്കൽ ചൂട്ടുപൊകഞ്ഞ് കണ്ണ് കാണാതിരുന്നപ്പോൾ പൊയ്ക്കണ്ണും മുളച്ചൂട്ടും വിത്തുപാത്രവും ദിവ്യൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവ ചെന്ന് പതിച്ചത് വയനാട്ടിൽ ആദിപറമ്പൻ കണ്ണൻ എന്നയാളുടെ വീട്ടിലായിരുന്നു. കണ്ണൻ ഇവ രണ്ടും ഉള്ളിൽ എടുത്തു വെക്കാൻ ദിവ്യദർശനം നൽകി പറഞ്ഞു. അങ്ങനെ വയനാട്ടിലെത്തിയതുകൊണ്ട് ദിവ്യനെ വയനാട്ടുകുലവൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരിക്കൽ വയനാട്ടുകുലവൻ ദൈവം വാണവർക്കോട്ടയിലെത്തുകയും തൻ്റെ കോലും തെയ്യമായി കെട്ടിയാടണമെന്ന് വാഴുന്നവരുടെ സ്വപ്നത്തിൽ വന്ന് പറയുകയും ചെയ്തു. അതുപ്രകാരമാണ് വയനാട്ടുകുലവൻ ദൈവം കെട്ടിയാടാൻ തുടങ്ങിയത്. വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ വെള്ളാട്ടത്തിന് ശേഷം കുടിവീരൻ്റെ തോറ്റമാണ്. ഭൂമിയിലെ ഏറ്റവും വീര്യമുള്ള തറവാട്ടിൽ ജനിച്ച വീരൻ എന്നാണ് കുടിവീരൻ അറിയപ്പെടുന്നത്. അസൂയാലുക്കളുടെ വാക്കുകൾ കേട്ട സ്വർഗരാജാവ് അയച്ച കാലദൂതനൊപ്പം തിരുനെല്ലിയിലേക്ക് പോയി മായത്താൻകടവിൽ മറഞ്ഞുവെന്നാണ് ഐതിഹ്യം. ശത്രുക്കളെ ഭയപ്പെടുത്തി നാട്ടുകാർക്ക് സഹായം ചെയ്യുന്ന വീരനായാണ് കുടിവീരൻ തെയ്യത്തെ കണക്കാക്കുന്നത്. അസാമാന്യമായ മെയ്വഴക്കവും കളരി അഭ്യാസങ്ങളെല്ലാം നമുക്ക് ഈ തോറ്റത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു തോറ്റത്തിൻ്റെ ചടങ്ങുകൾക്ക് ശേഷം കുടിവീരൻ്റെ തന്നെ തെയ്യവും ഉണ്ടാവും.
കുടിവീരൻ തെയ്യത്തിന് ശേഷമാണ് ഇനി ആൾക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കണ്ടനാർ കേളൻ്റെ പുറപ്പാടുള്ളത്. വെളുപ്പിനെ 3 മണി 4 മണി സമയത്തൊക്കെയാണ് ഏകദേശം ഈ ഒരു പുറപ്പാട് നടക്കുന്നത്. ഈ ഒരു അഗ്നിപ്രവേശനത്തിൽ കൂട്ടിയിട്ട കണികൾക്ക് മേലെ കൂടി കണ്ടനാർ കേളൻ ചാടുന്നു. ഇതിനുശേഷം വയനാട്ടുകുലുവൻ്റെ പുറപ്പാടും ഗുളികനെല്ലാം അരങ്ങിൽ വരുന്നുണ്ട്. അങ്ങനെ തെയ്യം ആദ്യത്തെ ദിവസം തുടങ്ങി 2ാമത്തെ ദിവസം വൈകുന്നേരം വരെ നീളുന്നു. ഈ കഥകളൊക്കെ മനസ്സിലാക്കി തെയ്യം കാണുമ്പം അതൊരു മികച്ച അനുഭവമായി മാറുന്നു.